ഹലോ മൈ ഗൈസ്, അങ്ങനെ ഞാൻ എത്തി നാട്ടിലേക്ക് എത്തിയിട്ട് ഒരു ട്രിപ്പ് മോഡിലുണ്ടായി. അങ്ങനെ ഞാൻ നേരെ വിട്ട് കാസർഗോഡിലേക്ക്. ഇതാണ് ഇസ്മായിൽ, ഇതാണ് എന്റെ കസിൻ ഇസ്മായിൽ ആരെന്ന് പറഞ്ഞാൽ നമ്മളെ ചങ്കില്ല ഫാറൂഖിന് അനിയനാണ് ഇസ്മായിൽ. നമ്മൾ ഇപ്പൊ പോകുന്നുള്ള സ്ഥലത്തിന്റെ പേരാണ് മാലിക് ദിനാർ. ഏകദേശം നമ്മൾ ഈ ഭാഗത്തുള്ള കാസർഗോഡ് ഭാഗത്തുള്ള എല്ലാവർക്കും അറിയും മാലിക് ദിനാർ. ഇതാണ് ഗൈസ് മാലിക് ദിനാർ. മഗ്‌രിബ് നിസ്കാരത്തിന്റെ സമയത്തിനോട്ട് നല്ല ക്ലൈമറ്റ് ആണ്. അങ്ങനെ മാലിക് ദിനാറിലെ നിസ്കാരം സിയാറത്തൊക്കെ കഴിഞ്ഞിട്ട് മൈൻഡൊക്കെ റിലീഫായി നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ ഇറങ്ങി. അടുത്ത കാസർഗോഡ് സ്പെഷ്യൽ ഉപ്പിലിട്ട സാധനം. ഉപ്പിലിട്ട എല്ലാ ഐറ്റംസ് ഏകദേശം 10-30 ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. ഇങ്ങോട്ട് നോക്ക്, സാധനം നോക്കി ഏത് വൈപ്പ് ഫുൾ ഉപ്പിലിട്ടതാണ്. A to Z സാധനം ഉണ്ട് ഇവിടെ ഉപ്പിലിട്ട്. ഇസ്മായിൽ എല്ലാം വാരിക്കോരി ഇട്ട് തന്നു. ഈ കഴിച്ചു നോക്കുക, നമ്മളെ കാസർഗോഡത്തെ സാധനത്തിന്റെ ടേസ്റ്റ് നോക്കുന്നു. പക്ഷെ സാധനം കഴിച്ചപ്പോൾ മനസ്സിലായത് ദുനിയാവിൽ ഇമാതിരി ടേസ്റ്റുള്ള സാധനം വേറെ ഇല്ല. നമുക്ക് ആ മാങ്ങല ഉപ്പിലിട്ടത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി അങ്ങ് പോയിട്ടുണ്ട്. കഴിച്ചു നോക്കുമ്പോൾ നെക്സ്റ്റ് ലെവൽ ടേസ്റ്റ് ആണ്. ഞാൻ കഴിക്കുന്ന എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഈ ഉപ്പ ഇമാതിരി ടേസ്റ്റ് സാധനം. അങ്ങനെ അവിടെ ചായക്ക് കടികളൊക്കെ ഇഷ്ടം പോലെ കടികളുണ്ടായി. എല്ലാം കഴിച്ചവർക്ക് ടാറ്റ അറിഞ്ഞിട്ട് ഞമ്മ നേരെ വിടുത്ത അടുത്ത സ്പോട്ടാണ് ബേക്കൽ ബീച്ച്. അടിപൊളിയാണ് കാണാനും, അവിടെ പോയി മുണ്ടാതൊന്നും ഇരിക്കാനും ഭയങ്കര മൈൻഡ് റിലീഫാകുന്ന ഒരു സ്ഥലമാണ്. പീസ്ഫുൾ മൈൻഡാണ് അവിടെ പോയാൽ. ബീച്ചിൻ്റെ അടുത്തൊരു നടത്തൊക്കെ ഇട്ട് നമ്മൾ നേരെ വിട്ട് ഫുഡ് കഴിക്കാൻ നല്ലൊരു ഫുഡ് കഴിച്ച് എന്നിട്ട് നമ്മൾ നേരെ വിട്ട് വീട്ടിലേക്ക്. അപ്പോൾ ബാക്കി നാളെ കാണാം. ഫോളോ ആക്കാൻ മറക്കല്ലേ.